We have to cultivate a heart of gratitude. നന്ദിയുള്ള ഒരു ഹൃദയം നാം നട്ടുവളർത്തിയണം. നമ്മുടെ ഓരോ ജീവിത നിമിഷത്തോടും വിലമതിപ്പുള്ളവരായിരിക്കുക. ലളിതമായുള്ള കാര്യങ്ങളിൽ പോലും നാം ആനന്ദം കണ്ടെത്തുന്നവരായിരിക്കണം. ഇത് സാധ്യമായി തീരണമെങ്കിൽ നാം യഥാർത്ഥത്തിൽ ഉള്ളതിൽ നന്ദിയുള്ളവരായിരിക്കുകയും ഉള്ളതിൽ തൃപ്തിപ്പെടുന്നവരുമാകണം. A heart of gratitude helps people refocus on what they have instead of what they lack. ഇല്ലാത്ത കാര്യങ്ങൾക്ക് പകരം ഉള്ളതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നന്ദിയുള്ള ഹൃദയം സഹായിക്കുന്നു. ദാവീദിൻ്റെ ഒരു താങ്ക്സ് ഗിവിംഗ് സാം, നന്ദി കരയേറ്റലിൻ്റെ ഗാനമാണ് 103-ാം സങ്കീർത്തനം. അതിൻ്റെ പ്രാരംഭത്തിൽ ദാവീദ് തന്നോട് തന്നെ പറയുകയാണ്, ബ്ലസ് ദ ലോർഡ് ഓ മൈ സോൾ ആൻഡ് ഫോർഗറ്റ് നോട്ട് ഓൾ ഹിസ് ബെനഫിറ്റ്സ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ആരെങ്കിലും പ്രാധാന്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരോട് നാം വെച്ചു പുലർത്തുന്ന ഒരു മനോഭാവമാണ് നന്ദിയുള്ള ഹൃദയം എന്നത്. ഇവിടെ ദൈവം ദാവീദിനോടും നമ്മോടും ചെയ്ത പ്രാധാന്യമുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിനെ 3ആയി തരംതിരിച്ച് ദാവീദ് 103-ാം സങ്കീർത്തനത്തിലൂടെ വിവരിക്കുന്നത് ശ്രദ്ധിക്കുക. 1. Think about what God has given us. ദൈവം നമുക്ക് നൽകിയതിനെക്കുറിച്ച് ചിന്തിക്കുക. വാക്യം 1 തൊട്ട് 5 വരെ. ദൈവം നമുക്ക് നൽകിയ ക്ഷമ, രോഗശാന്തി, സംരക്ഷണം, വീണ്ടെടുപ്പ്, സ്നേഹം, അനുകമ്പ എന്നിവ നാം അവിടെ കാണുന്നു. 2. Think about what God has not given us. ദൈവം നമുക്ക് നൽകിയിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. വാക്യം 8 തുടങ്ങി 12 വരെ. നമ്മുടെ പാപങ്ങൾക്ക് അർഹിക്കുന്ന ശിക്ഷ ദൈവം നമുക്ക് നൽകിയിട്ടില്ല. 3. Think about what God is yet going to give us. ദൈവം ഇനിയും നമുക്ക് നൽകാൻ പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. വാക്യം 17. യഹോവയുടെ ദയയോ എന്നുമെന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. ദൈവം നമ്മോട് ചെയ്തിട്ടുള്ള ഉപകാരങ്ങളെക്കുറിച്ചും ദൈവം നമ്മെ ശിക്ഷിക്കാതെ നിർത്തിയതിനെക്കുറിച്ചും ദൈവം നമ്മെ തുടർന്നും അനുഗ്രഹിക്കുവാൻ പോകുന്നതിനെക്കുറിച്ചും ഓർത്താൽ മതി നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയുവാൻ. അതുകൊണ്ട് നമ്മിലെ എല്ലാവിധമായ പരാതികളും പരിഭവങ്ങളും പെറുപെറുപ്പുകളും മാറ്റിക്കൊണ്ട് എല്ലാ ദിവസവും രാവിലെ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് നമുക്ക് നമ്മോട് തന്നെ പറയാം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.